വന്നപ്പോ കാജലിനെ അവിടെ കാണുന്നില്ല അച്ഛാ. കാജലിനെ കാണുന്നില്ല അച്ഛാ. എന്താടാ? എന്താ മാഡത്തിന് ആരോ കാറി പിടിച്ചോണ്ട് പോയി. അവന്റെ കാര്യം തലയിടണ്ട. അവൻ മെന്റലാ പറയുന്നത് കേക്ക്. ആരാടാ മെന്റല്? അവൻ മെന്റലാണെങ്കിൽ അവനെക്കാളും ഡബിൾ മെന്റലാടായി ഞാൻ. ഇത്രയും സുന്ദരിയായി ഇവളെ അവന്റെ മുന്നിൽ കൊണ്ടുപോയി കാഴ്ച വയ്ക്കാൻ ഞാനത്ര പൊട്ടനുമല്ല, ഞാനൊരു ആണത്തല്ലാത്തവനും അല്ലടാ. ആദ്യം ഇവളെ ഞാൻ അനുഭവിക്കും, അതിനുശേഷം വേണമെങ്കിൽ ഇവളെ അവന് കൊണ്ടുപോയി കൊടുത്തേക്കാം. ആ ഭ്രാന്ത് പിടിച്ചവൻ ഒരു പീറ പെണ്ണിന് വേണ്ടി ഓസ്ട്രേലിയൻ എന്തിനാ ഇവിടേക്ക് കെട്ടിയെടുത്തതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. നിന്നെ കണ്ടതിന് ശേഷം ഏതൊരുത്തനും ഭ്രാന്ത് പിടിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ആഹാ, എത്ര സുന്ദരമായ കണ്ണുകൾ! ആഹാ, ഈ കണ്ണിന് ഏയ്, എന്റെ ജാസ്മിന്റെ മേല് നീ കൈവച്ചോടാ. നീ എന്റെ ജാസ്മിന്റെ മേൽ കൈവച്ചോ? ബെന്റലെ അയക്കോ മകനെ കൊന്നു കളഞ്ഞല്ലോടാ, എന്റെ മകനെ കൊന്നു കളഞ്ഞല്ലോടാ പാപി. നിന്റെ മകനെ മാത്രമല്ല
എന്റെ ജാസ്മിനെ തൊട്ട നിന്നെയും ഇല്ലാതാക്കും. ഞാനും എന്റെ മകനും നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടെന്നറിയാവോ? അവൻ എനിക്കുണ്ടായിരുന്ന ആകെ ഒരു മോനാടാ, എന്റെ ജീവന. അവനെ നീ കൊന്നു കളഞ്ഞോടാ പാപി. നിന്നെ ജീവനോടെ വിടത്തിലിടയാൻ. That's my style. Follow me. No, 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 no. ജാസ്മിൻ, നിനക്ക് എങ്ങനൊരു അവസ്ഥയോ? ഇല്ല, ഇല്ല. ഇനി ആരും നമ്മെ ശല്യപ്പെടുത്തില്ല. നോട്ട് ടു വറി ജാസ്മിൻ. ഇവിടുന്ന് ഹോസൂർ, അവിടുന്ന് ചെന്നൈ, ചെന്നൈയിൽ നിന്ന് നേരെ ഓസ്ട്രേലിയ. നീയാണ് ഡയാന, ഞാൻ നിന്റെ പ്രിൻസ്. കം കം ഡയാന, കം കം പ്രിൻസ് വിത്ത് യു. ഞാനുണ്ട്, ഒന്നും പേടിക്കണ്ട. യു ആർ മൈ ഹാർട്ട്, യു ആർ മൈ സോൾ. അറിയോ, മിഡ് നൈറ്റ് ഓസ്ട്രേലിയ ഇറങ്ങിക്കഴിയുമ്പോ ലാവിഷായ കല്യാണം. നിന്നെ രാജകുമാരിയെ പോലെ നോക്കാൻ ഞാൻ. നീ കണ്ടോ? ആരാടാവൻ? രാജശേഖര മൂർത്തിയുടെ മകൻ സാഗർ. പോക്കടവനെ. Hey, Jasmine! Jasmine! Hey, Jasmine! Hey! Hey!
ഞങ്ങൾ രണ്ടുപേരുടെയും സ്നേഹത്തെ കുറിച്ച് നിനക്ക് എന്താണ് അറിയാ? ഞങ്ങളെ വിട്ടേക്ക്. ഇനി ഞങ്ങൾ ഒരിക്കലും ഇന്ത്യയിലേക്ക് കാലുകുത്തില്ല. ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാനും ജാസ്മിനും അവിടെ സെറ്റ് ആയിക്കോളാം. ഇവള് നല്ലതല്ല, നല്ലതല്ല. ഇവള് നിനക്ക് വേണ്ട. നിനക്ക് വേണ്ടിട്ട് 4 ഫ്ലൈറ്റ് പെണ്ണുങ്ങളെ ഞാൻ അയക്കാം. നീ എൻജോയ് ചെയ്യ്. ഇവളെ നീ വിട്ടേക്ക്. ഇവൾക്ക് വേണ്ടി ഞാൻ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്നറിയോ? അല്ലേ ഡാർലിംഗ്? എന്നെയും ഇവളെയും പിരിക്കാൻ നോക്കിയാ നിന്നെയും വിടില്ല ഞാൻ. ഓസ്ട്രേലിയക്ക് പോകുന്നടാ വൃത്തികെട്ടവനെ. അവിടേക്ക് പോവില്ലടാ. നീ ഭിക്ഷ എടുത്ത് ഇവിടെ കിടന്ന് ചാകണം. പക്ഷെ നിന്റെ ബോഡി ഉണ്ടല്ലോ പോലീസിന്റെ കയ്യിലെത്തണം. സർ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സ് മാഫിയ ഡോൺ സോനുബായ് ഓൾഡ് മദ്രാസ് റോഡിലുള്ള സമ്പത്ത് കുമാറിന്റെ ഫാക്ടറിയിൽ കയ്യും കാലും ഒടിഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ അവനിവിടെ. അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ. ജാസ്മിൻ, ഡാഡി, ഈ പ്രോബ്ലത്തിന് കാരണം ഞങ്ങൾ 3 പേരുമാണ്. ഇത് ഞങ്ങൾ തന്നെ സോൾവ് ചെയ്തോളാം. മനസ്സിലായില്ല. കാജൽ, പ്രിയങ്കെ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വാ. സാഗർ, നമ്മൾ തമ്മിൽ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെന്തിനാ നീ ഇത്ര സീരിയസ് ആയിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ നീ പ്രിയങ്കയെ തന്നെ കല്യാണം കഴിക്കുന്നത് ശരി. ആദ്യം പ്രിയങ്കയ്ക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിലും എന്നാ ഇപ്പോ അവക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് നിങ്ങളുടെ കല്യാണം കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ വീട്ടിലോട്ട് വന്നത്. നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്തു. എനിക്കെല്ലാ സൗകര്യം തന്നു, സ്നേഹവും തന്നു. ഞാൻ എൻ്റെ ദുഃഖമൊക്കെ മറന്ന് പതിയെ ജീവിക്കാനും ആഗ്രഹിച്ചു. താങ്ക്സ് ടു യു ആൻഡ് യുവർ ഫാമിലി. ഒരു കാര്യവും മരണം വരെ ഞാൻ മറക്കില്ല. ഇതിലേറെ ഞാൻ ആഗ്രഹിച്ചു പോയാൽ അത് സ്വാർത്ഥതയാകും. ഇതിനെല്ലാം അർഹതയുള്ളത് പ്രിയങ്കയ്ക്കാണ്. അതല്ലേ സാഗർ? ശരി. താങ്ക് യു സോ മച്ച്. എന്റെ സാഗറിനെ എനിക്ക് നീ തിരിച്ചു തന്നു. താങ്ക്സ് എ ലോട്ട്. ഓക്കെ പ്രിയങ്ക, ഞാൻ പോട്ടെ. വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. താങ്ക് യു. താങ്ക് യു വൺസ് അഗൈൻ സാഗർ. നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. ദ സ്വീറ്റസ്റ്റ് മെമ്മറീസ് ഓഫ് മൈ ലൈഫ്. ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. ബൈ. എക്സ്ക്യൂസ് മീ കാജൽ. അതെ, നീ ഒരു കാര്യത്തിന്റെ ക്ലാരിഫിക്കേഷൻ ചെയ്യാതെയാണല്ലോ പോണേ. നിന്റെ പ്രണയത്തിന്റെ കാര്യം. പ്രണയോ? നീ എന്റെ മുറച്ചെറുക്കനെ സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്നോട്. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ പ്രിയങ്ക. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറയേണ്ട കാര്യങ്ങൾ ഒട്ടും എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. ഇനി പറയാനൊന്നും എനിക്കില്ല പ്രിയങ്ക. ഏയ് നിക്ക്. സാഗർ എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞൂടെ നിനക്ക്? അറിയാം. അതുപോലെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പ്രോമിസ് ചെയ്യുന്നേ, നിനക്ക് സാഗറിനോട് ശരിക്കും ഇഷ്ടമില്ലേ?
നന്നായിട്ട് അറിയാം കാജൽ, നീ സാഗറിനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. അവനും നിന്നെ അതേപോലെ സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടും എനിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ആ സ്നേഹം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. സ്നേഹിക്കാൻ വേണ്ടി ത്യാഗമൊക്കെ എടുക്കുന്നത് നല്ലതാണ്, പക്ഷേ സ്നേഹം നഷ്ടപ്പെടുത്തി ഇങ്ങനൊരു ത്യാഗം വേണ്ട കാജൽ. സത്യം പറഞ്ഞ സാഗർ എന്ന് വെച്ചാൽ എനിക്ക് പ്രാണനാണ്. ഇപ്പൊ ഞാനൊന്ന് നിർബന്ധിച്ച് എനിക്ക് അവനെ കല്യാണം കഴിക്കാം. അങ്ങനെ ചെയ്ത് എനിക്ക് അവന്റെ ശരീരം മാത്രമല്ല കിട്ടാ, അവന്റെ മനസ്സ് സദാസമയം നിന്റെ കൂടെ തന്നെ ആയിരിക്കും. ശരീരം ഒരിടത്ത് മനസ്സൊരിടത്ത്, അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഞാൻ സാഗറിന് കൊടുക്കാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ എവിടെയാണെങ്കിലും ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 20 വർഷം കൂടെ ഉണ്ടായിട്ടും എനിക്ക് അവനോട് ഒരിക്കലും തോന്നാത്ത പ്രണയം നീ വന്നതിന് ശേഷം എനിക്ക് അവനോട് തോന്നിയാൽ അത് പ്രണയമല്ല, അസൂയയാണ്. മരുമകൾ വന്നു കയറുമ്പോൾ മകനെ നഷ്ടപ്പെടുമെന്നുള്ള അമ്മയുടെ പേടി, ചേട്ടത്തി വന്നു കഴിഞ്ഞാൽ ചേട്ടനെ നഷ്ടപ്പെടുമോ എന്നുള്ള അനിയത്തിയുടെ പേടി, അസൂയ. ഐ നോ ഇറ്റ്സ് നോട്ട് ലവ്. നിങ്ങളാണ് പെർഫെക്റ്റ് ജോഡി, മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓൾ ദി ബെസ്റ്റ്. ലാസ്റ്റ് ചാൻസ്. ഇപ്പൊ ഒരു തവണ നിന്നൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ലവ് ഫീൽ വരുന്നുണ്ടോന്ന് ട്രൈ ചെയ്താലോ? അതിനിപ്പോ എന്താ? ഓക്കേ, ഹാ കം ഓൺ. ഹോൾഡ് ഓൺ. എന്തിന്? ഇപ്പൊ നിനക്ക് ഫീൽ വന്നാലും അത് വേസ്റ്റാ. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവാ. നിനക്കും ഇപ്പൊ അസൂയ തുടങ്ങിയല്ലേ? ഒന്ന് പോടി.